2046 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ പറഞ്ഞു പോയിട്ടുള്ളത്. സയൻസ് ഫിക്ഷൻ സൈഫൈ മൂവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാവനകളിലൂടെയാണ്, പ്രശാന്ത് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ റൈറ്ററുടെ ഭാവനയിലൂടെയാണ് ഈ പറയുന്ന സിനിമ മൊത്തത്തിൽ പോയിട്ടുള്ളത്. 2046 നിയോ കൊച്ചി എന്ന് പറയുന്ന കൊച്ചി, ഇപ്പോഴത്തെ കൊച്ചി നിയോ കൊച്ചി, ആ നിയോ കൊച്ചി എങ്ങനെയായിരിക്കും, അവിടുത്തെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, കാലഘട്ടത്തിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും, അതെല്ലാം ഈ പറയുന്ന കൃഷാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാവനയിലൂടെ പോകുമ്പോൾ വളരെ കൗതുകത്തോടു കൂടി കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ്, സിനിമ പറയുന്ന കോൺസെപ്റ്റ് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടി കാണേണ്ട സംഭവമാണ്. നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ ചിന്തകളെ, സ്വപ്നങ്ങളെ പോലെ ഡിജിറ്റലൈസ് ചെയ്തിട്ട് അതിനെ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ഒരു സംഭവം. ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ അടിപൊളി സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം അതൊക്കെ വെച്ചൊരു സിനിമ എടുക്കുകയാണ്. ഈ സിനിമയ്ക്കകത്താണെങ്കിൽ നമ്മളിപ്പോ കാണുന്ന ഒരു കാലഘട്ടവും കാര്യങ്ങളൊന്നും ആയിട്ട് ബന്ധമില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാത്തൊരു വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിലേക്കാണ് കഥ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം വളരെ കാലിക പ്രസക്തമായിട്ടുള്ള, എല്ലാ കാലത്തും പ്രസക്തമായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സോ അതിന്റെ ഒരു തീം എന്ന് പറയുന്ന സംഭവമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരുഷ പ്രേതത്തെക്കാളൊക്കെ അപ്പുറം നിൽക്കുന്ന സിനിമയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയം തന്നെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അധികം പരിമിതിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമ കൊണ്ടുപോയിട്ടുള്ള രീതിയുണ്ട്. അതായത് ഫ്രെയിമിങ്, ലൈറ്റിംഗ്, കളർ ടോൺ ഇതൊക്കെ വെച്ചിട്ട് ഒരു ക്യാമറ ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവത്തെ ഏറ്റവും മാക്സിമം ആയിട്ട്, ഏറ്റവും മികച്ച ഔട്ടായിട്ട് നമുക്ക് തരുവാണ്. ഒരു വിഷ്വൽ മാജിക് തന്നെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മറ്റേതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതെല്ലാം ഏറ്റവും മികച്ച രീതിക്ക് ചെയ്ത് ടെക്നിക്കലി അടിപൊളിയായിട്ട് നമുക്ക് ഈ വർക്ക് തരുന്നുണ്ട്. പക്ഷേ അതിനകത്തുള്ള ഒരു വലിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ മൊത്തത്തിൽ ഈ രീതിയിലേക്ക് പോകുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ചും വിഷ്വൽസ്, സോഷ്യൽ സറ്റയർ, സൈഫൈ പോലുള്ള എല്ലാം മിക്സ് ആയി കിടക്കുന്ന ഒരു സമയത്തും അതിനകത്ത് കഥ പറയുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയാണ് ഏറ്റവും അധികം പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്.